തലയെടുപ്പോടുകൂടി നിൽക്കുന്ന നമ്മുടെ വിദ്യാലയം സെയിന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്ന് 71ാമത് വാർഷികാഘോഷം നടത്തിയാണ്. മാത്തമാറ്റിക്സ് ടീച്ചിങ് എയ്ഡ് വിഭാഗത്തിൽ മത്സരിച്ച് സംസ്ഥാന തലത്തിൽ വീണ്ടും എ ഗ്രേഡ് കരസ്ഥമാക്കിയ ശ്രീ ജോർജ് മാത്യു സാറിന് പ്രത്യേകം അനുമോദനങ്ങൾ. നല്ല പാഠം പദ്ധതിയുടെ ഭാഗമായി 1200 പൊതിച്ചോറുകൾ കുട്ടികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും ശേഖരിച്ച് കൂടുതൽ A+ വാങ്ങുന്ന സ്കൂള് അതാണ് ഒരു നല്ല സ്കൂളെന്ന് ഭൂരിഭാഗം പേരും പറയും. പക്ഷേ അതിനോടുകൂടെ എന്തോ കൂടി കൂട്ടിച്ചേർത്താലേ ഒരു നല്ല സ്കൂൾ ആകൂ എന്ന് എനിക്ക് ബോധ്യമുണ്ട്, എനിക്ക് തോന്നുകയുമാണ്. ജീവിതത്തിൽ A+ വാങ്ങിക്കാനായിട്ട് സാധിക്കും വിധത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ വിദ്യാർത്ഥികളെ ഒരുക്കുന്ന ഇടമാണ് നല്ല വിദ്യാലയം. സത്യത്തിൽ ഇവിടെ ഈ നിമിഷം ഞാൻ നിൽക്കുമ്പോൾ വല്ലാതെ തന്നെ സന്തോഷിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ വർഷം ഇതേ വേദിയിൽ ഇതേ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് രാജ്യത്തിൻ്റെ അഭിമാനമായ ഈ സ്കൂളിൻ്റെ അഭിമാനമായ ISRO ചെയർമാൻ സോമനാഥ് സാറായിരുന്നു. അതിനോട് എടുത്ത് പറയാൻ കാരണം അത്രയും മഹത്തായ ഒരു വ്യക്തി നിർവഹിച്ച ഒരു കർമ്മം വളരെ എളിമയുള്ള, ഏറ്റവും താഴ്ന്ന ഞാൻ ചെയ്യുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ അത് ഞാൻ ഇവിടെ ലിങ്ക് ചെയ്യാൻ കാരണം നിങ്ങൾ കൂടുതലൊന്നും ചിന്തിക്കേണ്ട, ഊർജം വേണം. ആരാകാൻ? കേട്ടില്ല. ഡോക്ടർ, പിന്നെ അച്ഛൻ. അങ്ങോട്ട് കുട്ടികളില്ലാത്ത ഒരു ലോകം. ചെറിയ ദുഃഖമുണ്ടല്ലേ? ഉണ്ടോ? ഉണ്ടാകാം. കാരണം അധ്യാപകരുടെ ഒരു പ്രിവിലേജ് എന്ന് പറയുന്നത് നമ്മൾ ആലോചിക്കണം. ഈ കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കുമൊക്കെ ഉണ്ടാകുന്ന ആരാധകർ, അവർ ആരാധകരല്ലാതെയായി മാറാനുള്ള സാധ്യതയുമുണ്ട്. ഷേലി ടീച്ചറ്, ജോർജ് സാർ, ഇത്രയും പേരാണ് തോന്നുന്നു. കൂടുതൽ പേര് പറഞ്ഞാൽ അറിയില്ല. അവർക്കെല്ലാവർക്കും പ്രത്യേകമായിട്ടും ആശംസ നേരുകയാണ്. ഈ സമയത്ത് എനിക്ക് പറയാനായിട്ടുള്ളത് അധികം പറയാനായിട്ടില്ല. അനുഗ്രഹ പ്രഭാഷണം എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളോടൊരു പറയാനായിട്ടുള്ള ഒരു കാര്യം ഞാൻ ഇന്നലെയും കൊച്ചു കുഞ്ഞുങ്ങളോട് പറഞ്ഞ കാര്യമാണ്. വിത്താണ് മക്കളെ നിങ്ങൾ മുത്തും കുടങ്ങളെ, ലോകമാം വയലിൽ ദൈവം വിതച്ച വിത്താണ് മക്കളെ നിങ്ങൾ. ചെയ്യുന്ന ചെറിയ നന്മകൾ വലിയ സമ്മാനങ്ങളായി നമ്മളിലേക്ക് തിരിച്ചെത്തുന്ന ചില ദിനങ്ങളുണ്ട്. പ്രിയപ്പെട്ട കുട്ടികൾ കേൾക്കാനാണ് ഇപ്പോൾ ഞാൻ ഇത് പറയുന്നത്. ഇത് ഭയങ്കര വർത്തമാനമാണ്. അവിടെ നമ്മൾ ചെയ്യുന്ന, ഞാനിപ്പോൾ എന്താ പറഞ്ഞത്, ആരും കേട്ടില്ല. രക്ഷകർത്താ ദിനവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള ആദരവും നൽകുന്ന ഈ ചടങ്ങിൽ നമ്മളുടെ ഉദ്ഘാടകനായി എത്തിയിട്ടുള്ളത് എൻ്റെ പ്രിയ സുഹൃത്തും വളരെ ആത്മമിത്രവുമായ പ്രസാദ് കണ്ണനോടുകളാണ്. ഏറ്റുവാങ്ങുന്നതിനായി ഏറ്റവും സ്നേഹത്തോടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നല്ലൊരു കൈയടി കൊടുക്കൂ. ടീച്ചർ
സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം ബഹുമാനപ്പെട്ട മാനേജർ ഏൽപ്പിച്ച ഈ വിദ്യാലയത്തെ നയിക്കുക എന്ന ഒരു വലിയ ദൗത്യം ഏറ്റവും ഭംഗിയായി എനിക്ക് നിർവഹിക്കാൻ സാധിച്ചു എന്ന ബോധ്യം തന്നെയാണ് കൊച്ചി രൂപതയിലെ ചേർത്തല വിദ്യാഭ്യാസ ജില്ലയിലെ ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന കൂടുതൽ സ്റ്റാഫും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുമുള്ള ഈ വിദ്യാലയത്തിൻ്റെ പ്രൗഢി ഒട്ടും നഷ്ടപ്പെടാതെ എന്നാൽ ഒരുപടി മുമ്പിൽ തന്നെ നിർത്തുവാൻ സാധിച്ചത് ഈ വിദ്യാലയത്തിലെ എല്ലാ അധ്യാപക അനധ്യാപക കൂട്ടായ്മ അതുപോലെ തന്നെ ശക്തമായ PTA പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹകരണം ഈ വിദ്യാലയത്തോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ വ്യക്തികളുടെയും പൂർണ്ണ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ്.